മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ഓഗസ്റ്റ് 1 ആരംഭിക്കും. തിരുവനന്തപുരം 1-ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുക. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതി. രണ്ടാം പ്രതിയായിരുന്ന വഫ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സംഭവം നടന്ന് 7 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് കേസിൽ വിചാരണ ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 1 ആരംഭിക്കുന്ന സാക്ഷി വിസ്താരം സെപ്റ്റംബർ 10 അവസാനിക്കും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന സാക്ഷി വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ 100 സാക്ഷികളുടെ പട്ടികയാണ് നൽകിയിട്ടുള്ളത്. 37 ദിവസത്തിനകം കോടതി 100 സാക്ഷികളെയും വിസ്തരിക്കും. 2019 ഓഗസ്റ്റ് 3 KM ബഷീറിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയത്. പുലർച്ചെ 1 മണിയോടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് സമീപം ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ചാണ് ബഷീർ മരിക്കുന്നത്. വഫ ഫിറോസിന്റെ പേരുള്ളതായിരുന്നു ബഷീറിനെ ഇടിച്ച ഈ കാർ. വാഹനം ഓടിച്ചത് വഫയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രീറാമിന്റെ ആദ്യ ശ്രമം. പോലീസും ആദ്യം വാഹനം ഓടിച്ചത് വഫയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളും മാധ്യമപ്രവർത്തകരും ഇടപെട്ടതോടെ ശ്രീറാമിന്റെയും പോലീസിന്റെയും ആ കള്ളക്കളി പൊളിയുകയായിരുന്നു. പിന്നീട് കോടതി ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം ഒഴിവാക്കിയിരുന്നു. 1-ാം പ്രതിയും IAS ഉദ്യോഗസ്ഥനുമായ ശ്രീറാം വെങ്കിട്ടരാമൻ, 2-ാം പ്രതി വഫ ഫിറോസ് എന്നിവരെയാണ് കൊലക്കുറ്റത്തിൽ നിന്നും അന്ന് കോടതി ഒഴിവാക്കിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മദ്യപിച്ച് വാഹനമോടിക്കൽ, അലക്ഷ്യമായി വാഹനമോടിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ മാത്രമേ ശ്രീറാമിനെതിരെ നിലനിൽക്കൂവെന്ന് കോടതി വ്യക്തമാക്കി. 2-ാം പ്രതിയായ വഫ ഫിറോസിനെതിരെ മോട്ടോർ വാഹന നിയമത്തിലെ കുറ്റം മാത്രമേ നിലനിൽക്കുകയുള്ളൂവെന്നും കോടതി പറഞ്ഞിരുന്നു. തനിക്കെതിരെ ചുമത്തിയ നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്നും താൻ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് ശ്രീറാം വെങ്കിട്ടരാമൻ വിടുതൽ ഹർജി നൽകിയത്. ബഷീറിനെ തനിക്ക് മുൻപ് പരിചയമില്ലെന്നും അതിനാൽ തന്നെ വാഹനം ഓടിച്ച് കൊലപ്പെടുത്തി എന്ന വാദം നിലനിൽക്കില്ല എന്നുമായിരുന്നു ശ്രീറാം കോടതിയിൽ പറഞ്ഞത്. ശ്രീറാമിനോട് അമിത വേഗത്തിൽ വാഹനം ഓടിക്കാൻ താൻ പറഞ്ഞിട്ടില്ലെന്ന് വഫയും കോടതിയിൽ പറഞ്ഞിരുന്നു. ഈ അപകടം നടന്നതിന് പിന്നാലെ വഫ ഫിറോസ് ചില പുതിയ വിശദീകരണങ്ങളുമായി ടിക്ടോക്കിൽ വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ വഫയിൽ നിന്നും വിവാഹമോചനം തേടി ഭർത്താവ് ഫിറോസ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് ഇതിനെല്ലാം വഫ മറുപടി പറഞ്ഞത്. ഭർത്താവ് ഫിറോസിന്റെ വാദങ്ങളെ തള്ളിയാണ് വഫ രംഗത്ത് വന്നത്. വിവാഹ ജീവിതം ആരംഭിച്ചത് മുതൽ അപകടം നടന്നവരെയുള്ള കാലയളവിൽ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ വഫ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫിറോസ് നാട്ടിലെത്തിയ ശേഷമാണ് ഇങ്ങനെ മാറിയത്. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പം മുതൽ അറിയാവുന്ന ആളാണ്. എന്നിട്ടും ഈ വിവാദ സമയത്ത് തുടക്കം ഒപ്പം നിന്നെങ്കിലും പിന്നീട് വിവാഹം മോചനം തേടി നോട്ടീസ് അയച്ചു. അദ്ദേഹം അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഞാൻ മദ്യപിക്കില്ല, ഡാൻസ് പാർട്ടികളിൽ പോയിട്ടില്ല, എനിക്ക് 16 വയസ്സുള്ള മകളുണ്ട്, ശ്രീറാം എന്റെ സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ 1 മണിക്ക് കാർ എടുത്ത് ഇറങ്ങിപ്പോയി എന്നത് ശരിയാണ്. എന്നാൽ അതിന് മോശപ്പെട്ട ഒരു അർത്ഥവുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞിട്ട് പോകുമോ എന്നാണ് വഫ ചോദിച്ചത്. എനിക്ക് ഡ്രൈവിംഗ് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടിയാണ് കാർ എടുത്ത് പോയത്. പക്ഷേ അത് ആക്സിഡന്റ് ആയി പോയി. ഇതാണ് വഫ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഈ അപകടം ഉണ്ടായപ്പോൾ മദ്യലഹരിയിലായിരുന്ന ശ്രീറാമാണ് വാഹനം ഓടിച്ചതെന്നായിരുന്നു വാഹന ഉടമയായ വഫ ഫിറോസിന്റെ ആദ്യ മൊഴി. എന്നാൽ വഫയാണ് വാഹനം ഓടിച്ചതെന്ന് ശ്രീറാമും മൊഴി നൽകിയിരുന്നു. അപകട മരണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനും മറ്റ് നടപടികൾ പൂർത്തിയാക്കാനും പോലീസ് വീഴ്ച വരുത്തിയതും ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അപകടശേഷം ശ്രീറാമിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നില്ല. എന്തായാലും ഈ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ പോലീസും സർക്കാരുമൊക്കെ പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലെ എല്ലാവിധ സഹായങ്ങളും സംരക്ഷണവും ലഭിച്ച ഒരാളാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ചു. 2022 ജൂലൈ 24 ആലപ്പുഴ കളക്ടറായി നിയമിച്ചെങ്കിലും ബഷീർ കൊലപാതകത്തിൽ പ്രതിയായ ഒരാളെ ആലപ്പുഴക്കാർക്ക് ആവശ്യം ഇല്ലെന്ന് ആലപ്പുഴക്കാരും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അദ്ദേഹത്തെ സിവിൽ സപ്ലൈസ് വകുപ്പിൽ മാനേജറായി നിയമിക്കുകയായിരുന്നു. ഇപ്പോൾ കൃഷി വികസന വകുപ്പിൽ ഡയറക്ടറാണ് ശ്രീറാം വെങ്കിട്ടരാമൻ.